തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7ാം തവണ അംഗത്തിനിറങ്ങുകയാണ് തൃശൂരിലെ റോസി എം.എൽ. ഇത്തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ.ഡി.എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ റോസി. കോർപ്പറേഷനിലേക്കുള്ള സ്വന്തം തട്ടകമായ 19ാം ഡിവിഷൻ കാളത്തോട് നിന്നാണ് ഇത്തവണയും റോസി അംഗം കുറിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തോളമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരികയാണ് റോസി എം.എൽ. 72 വയസ്സ് പിന്നിട്ടെങ്കിലും പ്രായം തളർത്താത്ത ഊർജത്തോടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി റോസി കോർപ്പറേഷനിലുണ്ട്. 1995 ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത്. 2000 വരെ തൃശൂർ ചേലക്കോട്ടുകര നഗരസഭയിലായിരുന്നു പ്രവർത്തനം. പിന്നീട് 2000 മുതൽ 2025 വരെ തൃശൂർ കോർപ്പറേഷൻ സ്വന്തം തട്ടകമായി സ്വീകരിച്ചു. വർഷത്തോളമായി ഡിവിഷനിൽ സജീവമായിരുന്നതിനാൽ റോസി നാട്ടുകാർക്കെല്ലാം സുപരിചിതയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണം ശക്തമാക്കുകയാണ് റോസി. ഡിവിഷനിൽ ഇതുവരെ മികവുറ്റ വികസന പ്രവർത്തനങ്ങളാണ് കൗൺസിലർ എന്ന നിലയിൽ റോസി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇവർക്കുള്ള വിഷമസന്ധി ഏറ്റവും വലിയത് വെള്ളമായിരുന്നു. കുടിവെള്ളത്തിന് വേണ്ടി പരിഹാരമാർഗം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. കോർപ്പറേഷൻ്റെ വലിയൊരു മാറ്റത്തിൻ്റെ വലിയൊരു ഇതാണ് ഏറ്റവും ആദ്യം പറയുന്നത്. അവ വെള്ളമായാലും വെളിച്ചമായാലും റോഡായാലും മാലിന്യമായാലും ഏറെക്കുറെയൊക്കെ പരിഹരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു 2015 മുതൽ 2025 വരെയുള്ള കാലഘട്ടം. അത് ആര് പറഞ്ഞാലും അത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കൊരു സ്വസ്ഥത സമാധാനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കുടിവെള്ളം, മാലിന്യ പ്രശ്നങ്ങൾ, റോഡ് തുടങ്ങിയ വികസനങ്ങൾ ഡിവിഷനിൽ നടപ്പിലാക്കി. ഏത് സമയത്തും ഫോണിൽ വിളിച്ചാൽ കിട്ടുന്ന കൗൺസിലർ എന്ന പേരുകൂടി റോസിക്കുണ്ട്. നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുന്ന ആളാണ് റോസി. ഈ ആത്മധൈര്യത്തിലാണ് വീണ്ടും കോർപ്പറേഷനിലേക്ക് മത്സരത്തിനിറങ്ങുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.